ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രപഞ്ചത്തിലെ പരകോടി സൃഷ്ടികളിൽ സവിശേഷ ബുദ്ധികൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മനുഷ്യജീവിതം അതിൻ്റെ ഓരോ അണുവിലും സ്രഷ്ടാവായ അല്ലാഹുവിനുള്ള സമർപ്പണമാണ്. അതുതന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ദൗത്യവും. ഈ സമർപ്പണത്തിൻ്റെ അത്യുന്നതമായ രൂപവും ഭാവവുമാണ് ഇസ്ലാം. ഇസ്ലാം പൂർണ്ണമായും ദൈവികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളുമടങ്ങിയ സുന്ദരമായ മതമാണ്. പ്രപഞ്ചകർത്താവായ അല്ലാഹുവാണതിൻ്റെ അവതാരകൻ. ഭൂമുഖത്ത് മനുഷ്യജീവിതം ആരംഭിച്ച കാലം മുതൽ അത് പ്രയോഗത്തിൽ വന്നു. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകർ ഓരോരുത്തരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങളെ പ്രബോധനം ചെയ്തത് ഇസ്ലാമിലേക്കായിരുന്നു. ആദിപിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വരുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടി വരില്ല. അല്ലാഹുവിൻ്റെ ആജ്ഞകൾക്ക് മനസ്സുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും വഴിപ്പെടുന്നവനാണ് മുസ്ലിം. മുസ്ലിമിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും അല്ലാഹുവിൻ്റെ ആജ്ഞകൾക്കനുസൃതമായാണ് രൂപപ്പെടേണ്ടത്. ഈ വഴിപ്പെടലിൻ്റെ നേർരൂപങ്ങളായ പഞ്ചസ്തംഭങ്ങളിലാണ് ഇസ്ലാമിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നത്. അല്ലാഹുവല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ, ദിവസേന 5 നേരം നമസ്കരിക്കൽ, നോമ്പനുഷ്ഠിക്കൽ, സക്കാത്ത് അഥവാ നിർബന്ധദാനം, ഹജ്ജ് തീർത്ഥാടനം എന്നിവയാണ് പരമലക്ഷ്യത്തിലെത്തിക്കുന്ന പഞ്ചസ്തംഭങ്ങൾ. ഇസ്ലാം കാര്യങ്ങളെന്ന് ഇവ അറിയപ്പെടുന്നു. ശാരീരികാരാധനകളിൽ നിസ്കാരത്തേക്കാൾ ഉത്തമമായി മറ്റൊന്നില്ല. സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള സംഭാഷണമാണ് നിസ്കാരം. അല്ലാഹു പറയുന്നു, അഖിമിസ്സലാത്ത ലിദിക്രി, വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം 14-ാം വചനം. എന്നെ സ്മരിക്കുവാൻ വേണ്ടി നീ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ നിസ്കരിക്കുക, നിന്റെ മേൽ നിസ്കരിക്കപ്പെടും മുമ്പ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ തന്റെ അനുചരന്മാരോട് ചോദിച്ചു, നിങ്ങളിലൊരാളുടെ വാതിലിനരികെ ശുദ്ധജല സമൃദ്ധമായൊരു നദിയൊഴുകുന്നുണ്ട്. പ്രതിദിനം 5 നേരം അവനതിൽ കുളിക്കുന്നു. എങ്കിൽ അവന്റെ ദേഹത്ത് വല്ല അഴുക്കും ശേഷിക്കുമോ? ഇല്ലെന്നായിരുന്നു അനുചരന്മാരുടെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉപമ. അതുമൂലം പാപങ്ങളെ അല്ലാഹു മായ്ച്ചുകളയുന്നു. വിശുദ്ധ ഇസ്ലാം ആജ്ഞാപിക്കുന്ന ആരാധനാനുഷ്ഠാനങ്ങളിൽ സുപ്രധാനമായ സ്ഥാനമാണ് നിസ്കാരത്തിനുള്ളത്. തന്റെ അന്ത്യവേളയിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന വാചകം നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കുകയും അതിന്റെ പേരിൽ തൗബ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവന് ഇസ്ലാമിക നിയമപ്രകാരം വധശിക്ഷയാണ് വിധി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവ്വലു മാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്വലാ. ഖിയാമത്ത് നാളിൽ അടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക നിസ്കാരത്തിന്റെ പേരിലായിരിക്കും. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ നരകത്തിൽ അതികഠിനമായ ശിക്ഷകൾക്ക് വിധേയനാവുമെന്ന് ഹദീസുകളിലുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പോലും ചില ഇളവുകളോടെയാണെങ്കിലും നിസ്കരിക്കണമെന്നു തന്നെയാണ് ഇസ്ലാമിന്റെ ശാസന. വിശുദ്ധിയുടെ മതമാണ് ഇസ്ലാം. ശുദ്ധിയോടുകൂടെ മാത്രമേ ഇസ്ലാമിൽ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകാര്യമാവുകയുള്ളൂ. ശുദ്ധിയോടുകൂടിയല്ലാതെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല എന്ന നബിവചനപ്രകാരം നിസ്കരിക്കുന്നവർ ആദ്യമായി അംഗശുദ്ധി വരുത്തണം. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി
ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വിശ്വാസികളെ, നിങ്ങൾ നിസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖവും മുട്ടുവരെ കൈകളും കഴുകുക. നിങ്ങളുടെ തല തടവുകയും കാൽപാദങ്ങൾ ഞെരിയാണിവരെ കഴുകുകയും ചെയ്യുക. നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള പ്രാരംഭമുറയാണ് വുളൂ എന്ന അംഗശുദ്ധീകരണ പ്രക്രിയ. ശുദ്ധമായ വെള്ളമുപയോഗിച്ചാവണം വുളൂ ചെയ്യേണ്ടത്. വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളമെത്തൽ നിർബന്ധമായതുകൊണ്ട് സൂക്ഷ്മതയോടെയാവണം വുളൂ ചെയ്യേണ്ടത്. ഫർളുകൾ അഥവാ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, സുന്നത്തുകൾ അഥവാ അനുഷ്ഠിക്കൽ നിർബന്ധമില്ലാത്തവയും അനുഷ്ഠാനത്തിലൂടെ പ്രതിഫലം നൽകപ്പെടുന്നതുമായ കാര്യങ്ങൾ, ഇവ രണ്ടും ചേർന്നതാണ് വുളൂ. ചില പ്രത്യേക ദിക്റുകളും വുളൂഓടൊപ്പം ചൊല്ലൽ സുന്നത്താണ്. ഖിബിലക്കുനേരെ തിരിഞ്ഞ് വുളൂ ചെയ്യലാണ് സുന്നത്ത്. വുളൂഇന്റെ പൂർണ്ണരൂപം ഇതാണ്. ആദ്യം രണ്ടു മുൻകൈകളും കഴുകുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ എന്ന് ചൊല്ലൽ സുന്നത്താണ്. കൈകൾ കഴുകുമ്പോൾ വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നു കരുതണം. ഇങ്ങനെ കൈകൾ 3 പ്രാവശ്യം കഴുകുക. പിന്നെ വായും മൂക്കും വെള്ളം കയറ്റിയിറക്കി ശുദ്ധി വരുത്തുക. ഇത് 3 പ്രാവശ്യം ആവർത്തിക്കുക. ശേഷം മുഖം ഒരു ചെവിക്കുനി മുതൽ മറ്റേ ചെവിക്കുനി വരെ വീതിയിലും നെറ്റിയുടെ ആരംഭഭാഗം മുതൽ കീഴ്ത്താടിയെല്ലുവരെ നീളത്തിലും കഴുകുക. ഇതാണ് മുഖത്തിന്റെ അതിരുകൾ. ഇത്തരത്തിൽ 3 പ്രാവശ്യം കഴുകണം. മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് താൻ വുളൂ ചെയ്യുന്നുവെന്നോ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നുവെന്നോ നിസ്കാരത്തെ ഹലാലാക്കുന്നുവെന്നോ കരുതേണ്ടത്. ഇതാണ് വുളൂഇന്റെ പ്രഥമ ഫർള് അഥവാ നിർബന്ധ ഘടകം. ശേഷം കൈകൾ രണ്ടും മുട്ടോടുകൂടി കഴുകുക. കൈകൾ കഴുകുമ്പോൾ മുട്ടുകൾക്കുമീതെ കയറ്റിക്കഴുകൽ സുന്നത്താണ്. കൈമുട്ടുകൾ പോലെ ചുളിവുള്ള ഭാഗങ്ങൾ സൂക്ഷിച്ചു കഴുകണം. എല്ലായിടത്തും വെള്ളമെത്താൻ വേണ്ടിയാണിത്. തുടർന്ന് തലയുടെ അല്പഭാഗം തടവുക. തല മുഴുവനും ഇപ്രകാരം 2 കൈകൾ കൊണ്ട് തടവൽ സുന്നത്താണ്. 3 പ്രാവശ്യം തല തടവിയതിനുശേഷം 2 ചെവികളുടെയും അകവും പുറവും 3 പ്രാവശ്യം തടവുക. ചെവികളുടെ മടക്കുകൾ ശ്രദ്ധിച്ചു തടവണം. അവസാനമായി 2 കാൽപാദങ്ങളും ഞെരിയാണി മുതൽ താഴ്ഭാഗം വരെ കഴുകുക. ഇടത്തെ കൈയിന്റെ ചെറുവിരൽ ഉപയോഗിച്ച് കാൽവിരലുകളുടെ ഇടയിൽ വെള്ളമെത്തിക്കേണ്ടതാണ്. ഇതാണ് വുളൂഇന്റെ സമ്പൂർണ്ണ രൂപം. വുളൂവിന്റെ അവയവങ്ങളിൽ ഓരോന്നിലും വെള്ളമെത്തേണ്ടതിനാൽ അവയവങ്ങൾ സൂക്ഷിച്ചു കഴുകണം. വുളൂ കഴിഞ്ഞതിനുശേഷം കണ്ണുകളും കൈകളും മേൽപോട്ടുയർത്തി ഇപ്രകാരം ചൊല്ലൽ സുന്നത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഏകനും പങ്കാളിയില്ലാത്തവനുമായ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിലും ശുദ്ധിയുള്ളവരിലും എന്നെ നീ ഉൾപ്പെടുത്തേണമേ. നിന്റെ സദ്വൃത്തരായ അടിമകളിൽ എന്നെ ഉൾപ്പെടുത്തേണമേ. നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നീയല്ലാതെ ഒരിലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് പാപമോചനത്തെ തേടുകയും നിന്നിലേക്ക് പശ്ചാത്താപവിവശനായി മടങ്ങുകയും ചെയ്യുന്നു. ഇനി നമുക്ക് തയമ്മുമിനെ പരിചയപ്പെടാം. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത
പ്രത്യേക സാഹചര്യങ്ങളിൽ ഇസ്ലാം വുളൂഇന് ഇളവനുവദിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വുളൂഇന് പകരം ശുദ്ധമായ പൊടിമണ്ണ് ഉപയോഗിച്ചുള്ള അംഗശുദ്ധീകരണമായ തയമ്മും നിർവഹിക്കേണ്ടതാണ്. വുളൂഅ് ചെയ്യാൻ ജലം ലഭിക്കാതെ വരുമ്പോഴും രോഗം മൂലം ജലസ്പർശം ശരീരത്തിന് ദോഷകരമാവുമ്പോഴും തയമ്മും അനുവദനീയമാണ്. വുളൂവിൽ പ്രധാന അവയവങ്ങളെല്ലാം ശുദ്ധീകരിക്കേണ്ടതുണ്ടെങ്കിലും തയമ്മുമിൽ മുഖവും കൈകളും മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. തയമ്മുമിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. തയമ്മും ചെയ്യാനുപയോഗിക്കുന്ന പൊടിമണ്ണിൽ 2 കൈവെള്ളകൾ കൊണ്ടും മെല്ലെ അടിക്കുക. മൺപൊടിയല്ലാത്ത വസ്തുക്കൾ ഒഴിവാക്കാൻ പുറം കൈ ഇങ്ങനെ തട്ടിയ ശേഷം മുഖം തടവുന്നതിനു തൊട്ടുമുമ്പായി നിസ്കാരം ഹലാലാകുവാൻ വേണ്ടിയാണെന്ന് കരുതൽ നിർബന്ധമാണ്. 2 കൈവെള്ളകളും ഉപയോഗിച്ച് മുഖം പൂർണ്ണമായും തടവുക. ശേഷം വീണ്ടും കൈപ്പത്തികൾ മണ്ണിലടിച്ച് ഇടതു കൈവെള്ള കൊണ്ട് തുറന്നുപിടിച്ച വലതു കൈയിന്റെ പുറം കൈമുട്ടുകൾ ഉൾപ്പെടെ തടവുക. ഈ സമയത്ത് ഇടതു കൈപ്പത്തിയുടെ തള്ളവിരൽ ഉൾപ്പെടുന്ന ഭാഗം പുറത്തായിരിക്കും. ഈ ഭാഗം കൊണ്ട് വലതു കൈയിന്റെ മറുഭാഗം തള്ളവിരലിന്റെ പുറം ഉൾപ്പെടെ തടവുക. കൈവെള്ള ഒഴികെയുള്ള ഭാഗമാണ് തടവേണ്ടത്. ഇതോടെ വലതു കൈയിന്റെ ശുദ്ധീകരണം പൂർത്തിയായി. ഇനി ഇതേ പ്രകാരം വലതു കൈവെള്ള കൊണ്ട് ഇടതു കൈയും തടവുക. ഇതോടെ തയമ്മും പൂർത്തിയായി. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർദ് നിസ്കാരം മാത്രമേ നിർവഹിക്കാവൂ. സുന്നത്ത് നമസ്കാരങ്ങൾ എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. വുളൂവിന്റെ അവയവങ്ങളിലൊന്നിൽ വെള്ളമുപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ അവയവത്തിനു വേണ്ടി മാത്രമായി തയമ്മും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ അസുഖം ഭേദമായ ശേഷം വുളൂ ചെയ്ത് ഖളാഅ് വീട്ടേണ്ടതാണ്. വുളൂഇന്റെ ശുദ്ധിയുള്ള സമയത്താണ് അവയവത്തിലെ മുറിവ് കെട്ടിയതെങ്കിൽ ഖളാഅ് വീട്ടേണ്ടതില്ല. മുറിവ് പറ്റിയത് തയമ്മുമിൽ ഉൾപ്പെടുന്ന അവയവങ്ങളായ കൈ, മുഖം എന്നിവക്കാണെങ്കിൽ എങ്ങനെയായാലും നിസ്കാരം ഖളാഅ് വീട്ടേണ്ടതാണ്. യാത്രക്കാരനല്ലാത്തയാൾ വെള്ളം ലഭിക്കാത്തതിനാൽ തയമ്മും ചെയ്ത് നിസ്കരിച്ചാലും ഖളാഅ് വീട്ടണം. തക്ബീർ കൊണ്ടാരംഭിച്ച് സലാം കൊണ്ടവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളുടെയും കർമ്മങ്ങളുടെയും സമുച്ചയമാണ് നിസ്കാരം. ബുദ്ധിസ്ഥിരതയും ശരീരശുദ്ധിയുമുള്ള പ്രായപൂർത്തിയെത്തിയ ഓരോ മുസ്ലിമിനും ദിവസം 5 നേരം നിസ്കരിക്കൽ നിർബന്ധമാണ്. മധ്യാഹ്ന സമയത്തുള്ള ളുഹുർ, സായാഹ്ന സമയത്തുള്ള അസുർ, സന്ധ്യാസമയ നമസ്കാരമായ മഗ്രിബ്, രാത്രി നമസ്കാരമായ ഇശാ, പ്രഭാത നിസ്കാരമായ സുബ്ഹ് എന്നിവയാണ് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട നിസ്കാരങ്ങൾ. ഇവയ്ക്കു പുറമെ മയ്യിത്ത് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, വിവിധ സുന്നത്ത് നിസ്കാരങ്ങൾ തുടങ്ങിയവ മുസ്ലിം നിർവഹിക്കേണ്ടതാണ്. നിസ്കരിക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം ശരിയാവാനുള്ള നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ്. നിസ്കാരം ശരിയാവാനുള്ള നിബന്ധനകൾ അഥവാ ഷർത്തുകൾ 5 എണ്ണമാണ്. 1. സമയമായെന്ന് കൃത്യമായി അറിയുക. ഓരോ നിസ്കാരവും അതിന്റെ നിശ്ചിത സമയത്തെ വിട്ട് മനഃപൂർവ്വം പിന്തിക്കൽ ഹറാമാണ്. 2. ഖിബിലക്ക് മുന്നിടൽ. പേടി കഠിനമായ സമയത്തുള്ള നിസ്കാരത്തിലും ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബിലക്ക് മുന്നിടൽ ഷർത്തില്ല. 3. ഔറത്ത് അഥവാ നഗ്നത മറക്കുക. പുരുഷന്റെയും അടിമസ്ത്രീയുടെയും ഔറത്ത് മുട്ടും പൊക്കിളുമുൾപ്പെടെ അതിനിടയിലുള്ള സ്ഥലമാണ്. സാധാരണ സ്ത്രീകളുടെ ഔറത്ത് മുൻകൈയും മുഖവുമൊഴികെയുള്ള സ്ഥലമാണ്. തൊലിയുടെ നിറം തിരിച്ചറിയാൻ സാധിക്കാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. 4. ചെറുതും വലുതുമായ 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധമാവൽ. അശുദ്ധിയോടുകൂടിയുള്ള നിസ്കാരം ഹറാമാണ്. 5.
ദേഹം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. ആദ്യമായി നിസ്കാരത്തിന്റെ സുപ്രധാന ഘടകങ്ങൾ ഏതെന്നു നോക്കാം. നിസ്കാരത്തിന്റെ നിർബന്ധ ഘടകങ്ങൾ അഥവാ ഫർളുകൾ 14 എണ്ണമാണ്. 1. നിയ്യത്ത് അഥവാ നിസ്കാരത്തെ കരുതുക. ഏതു നമസ്കാരമാണെന്നു വ്യക്തമാക്കലും, ഫർളാണെങ്കിൽ ഫർളാണെന്നു കരുതലും, ഞാൻ നിസ്കരിക്കുന്നുവെന്ന് കരുതലും നിസ്കാരത്തിന്റെ നിയ്യത്തിൽ നിർബന്ധമാണ്. നിയ്യത്ത് നാവുകൊണ്ടുച്ചരിക്കൽ സുന്നത്താണ്. 2. തക്ബീറത്തുൽ ഇഹ്റാം അഥവാ നിയ്യത്തിനോടനുബന്ധിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്നു പറയൽ. നിന്നുകൊണ്ട് തന്നെ പറയുകയും ശരീരത്തെ കേൾപ്പിക്കുകയും വേണം. 3. ഫർള് നമസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. നിൽക്കുമ്പോൾ നേരെ നിൽക്കണം. നിൽക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നും, ഇരിക്കാൻ വയ്യെങ്കിൽ കിടന്നും നമസ്കരിക്കണം. നിൽക്കാൻ കഴിവുണ്ടെങ്കിലും സുന്നത്ത് നമസ്കാരത്തിന് ഇരുന്നും നമസ്കരിക്കാം. എന്നാൽ നിന്നു നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അതിനുണ്ടാവുകയില്ല. 4. ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുക. 5. റുക്കൂ അഥവാ കൈകൾ മേൽപോട്ടുയർത്തി താഴ്ത്തുകയും ഒപ്പം കുനിയുകയും ചെയ്യുക. 6. എഴുത്തിദാൽ അഥവാ റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് മടങ്ങുക. നിന്നു നമസ്കരിക്കുന്നവൻ നിൽക്കുക, ഇരുന്ന് നമസ്കരിക്കുന്നവൻ ഇരിക്കുകയും ചെയ്യുക. 7. 2 സുജൂദുകൾ. സുജൂദിൽ നെറ്റിയും മുൻകൈകളും കാൽമുട്ടുകളും നിലത്തുവെക്കണം. 8. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ഈ ഇരുത്തവും എഴുത്തിദാലും അധികം ദീർഘിപ്പിക്കരുത്. 9. റുക്കൂഅ്, എഴുത്തിദാൽ, സുജൂദ്, ഇരുത്തം ഇവയിൽ 1 നിമിഷം അടങ്ങുക. 10. അവസാന അത്തഹിയ്യാത്ത് ഓതുക. 11. അവസാന അത്തഹിയ്യാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 12. അത്തഹിയ്യാത്ത്, സ്വലാത്ത് ഇവയ്ക്കു വേണ്ടി ഇരിക്കുക. 13. ഒന്നാമത്തെ സലാം ചൊല്ലുക. 14. തർത്തീബ് അഥവാ മേൽ പ്രസ്താവിച്ച കർമ്മങ്ങൾ ക്രമത്തിൽ പ്രവർത്തിക്കുക. ഇനി നമുക്ക് നിസ്കരിച്ചു തുടങ്ങാം. ശുദ്ധമായ വസ്ത്രം ധരിച്ച് വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ തന്റെ നാഥനോട് ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി അസ്വലാ. അടിമ അവന്റെ രക്ഷിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് അവൻ നിസ്കാരത്തിലാവുമ്പോഴാണ്. നിൽക്കാൻ കഴിവുള്ളവൻ നിന്നും, നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും, ഇരിക്കാൻ കഴിയാത്തവൻ കിടന്നും നിസ്കരിക്കേണ്ടതാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരമുള്ള ഒരു സമ്പൂർണ്ണ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ 2 കാൽപാദങ്ങൾക്കിടയിൽ ഒരു ചാൺ വിടവുണ്ടായിരിക്കണം. ഉസല്ലി ഫർളുദ്ദുഹ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ളുഹ്ർ എന്ന നിർബന്ധ നിസ്കാരം 4 റക്അഅത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹുവിനു വേണ്ടി സമയബന്ധിതമായി ഞാൻ നിർവഹിക്കുന്നു. ഇതാണ് നിസ്കാരത്തിന്റെ പ്രഥമ നിർബന്ധ ഘടകം അഥവാ നിയ്യത്ത്. ഇതു മനസ്സിൽ കരുതിയാൽ മതി. നാവുകൊണ്ടുച്ചരിക്കലാണുത്തമം. ളുഹ്ർ അല്ലാത്ത നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ളുഹ്ർ എന്നതിന്റെ സ്ഥാനത്ത് അതാതു നിസ്കാരത്തിന്റെ നാമങ്ങൾ കരുതിയാൽ മതി. ഒരു ഇമാമിനെ പിന്തുടർന്നു നിസ്കരിക്കുന്നവൻ മഅൽ ഇമാമി അഥവാ ഇമാമിനോടു കൂടെ എന്നു കരുതണം. നിസ്കാരം സമയബന്ധിതമല്ലെങ്കിൽ അദാ എന്ന സ്ഥാനത്ത് ഖളാ എന്നു കരുതണം. നിയ്യത്തോടുകൂടെ അഥവാ ഇങ്ങനെ കരുതുന്നതോടുകൂടെ നിവർത്തിയ കൈ രണ്ടും അല്ലാഹു അക്ബർ
എന്ന് മൊഴിഞ്ഞ് ചുമലിനു മുകളിലായി 2 ചെവികൾക്കു നേരെ ഉയർത്തണം. ശേഷം കൈ രണ്ടും നെഞ്ചിനും പൊക്കിളിനുമിടയിലായി പ്രത്യേക രീതിയിൽ വെക്കണം. ഇടതുകൈയിന്റെ മണിബന്ധം, കണങ്കൈ എന്നിവയ്ക്കുമീതെ വലതുകൈ അമർന്നിരിക്കണം. പിന്നീട് വജ്ജഹ്തു എന്നു തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ഉരുവിടണം. ഈ പ്രാർത്ഥന സുന്നത്താണ്, നിർബന്ധമില്ല. പ്രാർത്ഥനയുടെ പൂർണ്ണരൂപമിതാണ്: വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഈ പ്രാരംഭ പ്രാർത്ഥനയ്ക്കുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതിത്തുടങ്ങണം. ഫാത്തിഹയുടെ പൂർണ്ണരൂപമിതാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഫാത്തിഹ പൂർണ്ണമായും പാരായണ നിയമങ്ങൾക്കനുസരിച്ച് ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹയ്ക്കുശേഷം ഖുർആനിൽ നിന്നും ഏതെങ്കിലും ഒരധ്യായമോ അല്പം ആയത്തുകൾ അഥവാ സൂക്തങ്ങളോ ഓതൽ സുന്നത്താണ്. സ്വയം കേൾക്കുന്ന ശബ്ദത്തിലാണ് ഓതേണ്ടത്. ശേഷം റുക്കൂഅ് ചെയ്യണം. കൈകൾ നിസ്കാരത്തിന്റെ തുടക്കത്തിലേതുപോലെ ഉയർത്തി അല്ലാഹു അക്ബർ എന്നു ചൊല്ലിക്കൊണ്ട് റുക്കൂഅ് ചെയ്യണം. നിസ്കരിക്കുന്നവന്റെ 2 കൈകളും കാൽമുട്ടുകളിൽ പിടിക്കാൻ പാകത്തിൽ കുനിയലാണ് റുക്കൂഇന്റെ ചുരുങ്ങിയ രൂപം. കൈവെള്ള രണ്ടും കാൽമുട്ടുകളിൽ അമർത്തിവെച്ചുകൊണ്ട് മുതുകും തലയും നേർക്കുനേരെ സമമായി നിർത്തണം. കൈവിരലുകൾ വിടർത്തിക്കൊണ്ടായിരിക്കണം കാൽമുട്ടുകളിൽ വെക്കേണ്ടത്. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിലും റുക്കൂഇൽ അല്പനേരം അടങ്ങി നിൽക്കൽ നിർബന്ധമാണ്. ഒറ്റയ്ക്കു നിസ്കരിക്കുന്നവനും പിന്തുടർന്ന് നിസ്കരിക്കുന്നവർ സുദീർഘമായി നിസ്കരിക്കുന്നതിൽ തൃപ്തിയുള്ളവരുമാണെങ്കിൽ ഇമാമിനും ഇതുകൂടി ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സമഈ വബസരി വമുഖി വഅൽമി വഅസബി വമസ്തഖല്ലത് ബിഹി ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നീട് മുമ്പ് ചെയ്തതുപോലെ കൈകൾ രണ്ടും ഉയർത്തി റുക്കൂഇൽ നിന്ന് തല ഉയർത്തി നേരെ നിൽക്കണം. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നു പറഞ്ഞുകൊണ്ടായിരിക്കണം റുക്കൂഇൽ നിന്നുയരേണ്ടത്. ശേഷം കൈകൾ താഴ്ത്തിയിട്ട് അല്പനേരം നിവർന്നു നിൽക്കണം. ഇതാണ് ഇഅ്തിദാൽ. ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഒറ്റയ്ക്കു നിസ്കരിക്കുന്നവനും നിസ്കാരം ദീർഘിപ്പിക്കുന്നതിൽ തൃപ്തരായവരുടെ ഇമാമിനും ഇതുകൂടി ചൊല്ലൽ സുന്നത്തുണ്ട്. അഹ്ലസ്സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദ് ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പിന്നീട് തക്ബീർ ചൊല്ലിക്കൊണ്ട് സുജൂദ് അഥവാ അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യണം. സുജൂദ് ചെയ്യുമ്പോഴാണ് അടിമ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ വിധേയത്വം പ്രകടിപ്പിക്കുന്നത്. കീഴടങ്ങലിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് സുജൂദ്.
നെറ്റിയുടെ അല്പഭാഗം നിലത്തു തൊടലാണ് സുജൂദിന്റെ ചുരുങ്ങിയ രൂപം. പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ആദ്യം 2 കാൽമുട്ടുകളും പിന്നെ 2 കൈപ്പത്തികളും നിലത്തുവെക്കണം. കൈകൾ ചുമലിനു കീഴെ വിടർത്തിവെക്കണം. കൈപ്പത്തികൾ രണ്ടും വിരലുകൾ വിടർത്താതെ ഖിബിലക്കു നേരെയായി വെക്കണം. വയറും കാൽത്തുടകളും പരസ്പരം അകന്നിരിക്കണം. കണങ്കാലുകൾക്കിടയിലും കാൽത്തുടകൾക്കിടയിലും അകലം വേണം. കൈമുട്ടുകൾ ശരീരപാർശ്വത്തിൽ നിന്നും അകന്നിരിക്കണം. സുജൂദിലായിരിക്കുമ്പോൾ 7 അവയവങ്ങൾ നിലത്തു സ്പർശിക്കണം. മൂക്കും നെറ്റിയും 2 കൈപ്പത്തികളും 2 കാൽമുട്ടുകളും 2 കാലിന്റെയും വിരലുകളുമാണ് 7 അവയവങ്ങൾ. എന്നാൽ സ്ത്രീകൾ കൈമുട്ട് ശരീരത്തോടും തുടകൾ വയറിനോടും ചേർത്തുവെക്കണം. റുക്കൂഇൽ നിന്ന് വ്യത്യസ്തമായി 2 പ്രാവശ്യം സുജൂദ് ചെയ്യണം. 2 സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ഒറ്റയ്ക്കു നിസ്കരിക്കുന്നവനും സുദീർഘമായ നിസ്കാരത്തിൽ സംതൃപ്തരായവരുടെ ഇമാമിനും ഇതുകൂടി ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 1-ാം സുജൂദിൽ നിന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് തല ഉയർത്തണം. പിന്നെ ഇടത്തെ പാദം പരത്തിവെച്ച് അതിന്മേലിരിക്കുകയും വലത്തെ പാദം നാട്ടിവെക്കുകയും വേണം. ഈ ഇരുത്തത്തിന് ഇഫ്തിറാഷ് എന്നു പറയുന്നു. കൈപ്പത്തികൾ രണ്ടും കാൽത്തുടകളിലും കാൽമുട്ടുകളിലുമായി വെക്കണം. പിന്നീട് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നു ചൊല്ലൽ സുന്നത്താണ്. ഇത് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അല്പനേരം അടങ്ങിയിരിക്കൽ നിർബന്ധമാണ്. പിന്നീട് തക്ബീർ ചൊല്ലിക്കൊണ്ട് 2-ാമത്തെ സുജൂദ് ചെയ്യണം. ശേഷം തക്ബീർ ചൊല്ലി തല ഉയർത്തണം. പിന്നീട് മുട്ടുകുത്തിക്കൊണ്ട് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയരണം. ഉയരുന്നതിനു മുമ്പ് 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നതുപോലെ അല്പനേരം ഇരിക്കണം. ഇത് ജൽസത്തുൽ ഇസ്തിറാഹ, വിശ്രമത്തിന്റെ ഇരുത്തം എന്നറിയപ്പെടുന്നു. സുന്നത്തായ ഈ ഇരുത്തത്തിൽ പ്രത്യേക പ്രാർത്ഥനകളോ ദിക്റുകളോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 1 റക്അത്ത് പൂർത്തിയായി. തക്ബീർ കൊണ്ട് തുടങ്ങി സുജൂദ് കൊണ്ട് അവസാനിക്കുന്ന ഭാഗത്തെയാണ് റക്അത്ത് എന്നു പറയുന്നത്. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ പാരായണത്തിന്റെ നിയമങ്ങൾ പാലിക്കണം. പാരായണത്തിന് അക്ഷരസ്ഫുടതയുമുണ്ടായിരിക്കണം. സംസാരശേഷിയില്ലാത്തവർക്കും അക്ഷരങ്ങൾ വ്യക്തതയോടെ ഉച്ചരിക്കാൻ കഴിയാത്തവർക്കും ഇതിൽ ഇളവുണ്ട്. മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്നീ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഇമാം ആദ്യ 2 റക്അത്തുകളിൽ ഫാത്തിഹയും സൂറത്തും ഉച്ചത്തിൽ ഓതണം. ഈ അവസരത്തിൽ ഇമാമിന്റെ ഫാത്തിഹ മഅ്മൂമുകൾ നിശബ്ദരായി ശ്രവിക്കണം. ഇമാം ഫാത്തിഹ പൂർത്തിയാക്കിയ ശേഷമാണ് അവർ ഫാത്തിഹ ഓതേണ്ടത്. ഈ നിസ്കാരങ്ങളിൽ 3-4 റക്അത്തുകളിലും ളുഹർ, അസ്ർ എന്നീ നിസ്കാരങ്ങളുടെ മുഴുവൻ റക്അത്തുകളിലും ഇമാമും മഅ്മൂമിനെപ്പോലെ പതുക്കെയാണ് ഓതേണ്ടത്. സുബ്ഹ് നിസ്കാരത്തിൽ 2-ാം റക്അത്തിലെ ഇഅ്തിദാലിൽ സുന്നത്തായ ദിക്റിനു ശേഷം ഖുനൂത്ത് എന്ന പ്രത്യേക പ്രാർത്ഥന സുന്നത്താണ്. കൈകൾ രണ്ടും മേൽപോട്ടുയർത്തിപ്പിടിച്ചാണ് ഖുനൂത്ത് ചൊല്ലേണ്ടത്. ഖുനൂത്തിന്റെ പൂർണ്ണരൂപം ഇതാണ്: اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت
تباركت ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين. രണ്ടിൽ കൂടുതൽ റക്അത്തുകളുള്ള നിസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്അത്തിലെ സുജൂദുകൾക്കു ശേഷം തശഹുദ് സുന്നത്താണ്. നേരത്തെ കാണിച്ചതുപോലെ ഇഫ്തിറാഷിന്റെ ഇരിപ്പിലാണ് തശഹുദ് ഓതേണ്ടത്. ഇതാണ് അത്തശഹുദുൽ അവ്വൽ അഥവാ ആദ്യത്തെ തശഹുദ്. ആദ്യത്തെ തശഹുദിന്റെ രൂപമിതാണ്: അത്തഹിയ്യാതുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على محمد. എല്ലാ കാണിക്കകളും എല്ലാ അനുഗ്രഹീത കാര്യങ്ങളും എല്ലാ നിസ്കാരങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിനുള്ളതാകുന്നു. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. അല്ലാഹു ഒഴികെ ഒരാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഗുണം ചെയ്യണമേ. 2 റക്അത്തുകളുള്ള നിസ്കാരങ്ങളിൽ സുന്നത്തായ ഈ ഒന്നാം തശഹുദ് ഇല്ല. എന്നാൽ എല്ലാ നിസ്കാരങ്ങളിലും അവസാന റക്അത്തിൽ തശഹുദ് നിർബന്ധമാണ്. ഈ തശഹുദിൽ ഇനി പറയുന്ന ഭാഗം നിർബന്ധമായും ചൊല്ലിയിരിക്കണം: അത്തഹിയ്യാതുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمد رسول الله اللهم صل على محمد وعلى آل محمد. വലതു കാൽപാദം നാട്ടിവെച്ച് ഇടതു കാൽപാദം അതിനു മുമ്പിലൂടെ കിടത്തി നിലത്തിരുന്നാണ് ഈ തശഹുദ് ചൊല്ലേണ്ടത്. ഈ ഇരുത്തത്തിനാണ് തവറുക്ക് എന്നു പറയുന്നത്. ഈ തശഹുദിൽ ഇനി പറയുന്ന സ്വലാത്തും ദുആയും ചൊല്ലൽ സുന്നത്താണ്: كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. 2 തശഹുദിലും ഇടതു കൈവിരലുകൾ നിവർത്തി ഇടതു കാൽത്തുടയിൽ വെക്കണം. വലതു കൈയിന്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഒഴികെയുള്ള വിരലുകൾ മടക്കി വലതുകാൽമുട്ടിൽ വെക്കണം. ചൂണ്ടുവിരലും തള്ളവിരലും മുട്ടിനോട് ചേർത്തുവെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ അല്ലാഹ് എന്നുച്ചരിക്കുമ്പോൾ നിവർത്തിവെക്കണം. ശേഷം തശഹുദ് തീരും വരെ അങ്ങനെ തുടരണം. ഈ അവസരത്തിൽ ദൃഷ്ടി ഈ ചൂണ്ടുവിരലിൽ കേന്ദ്രീകരിക്കണം. അവസാന തശഹുദിനു ശേഷം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാൻ സലാം ചൊല്ലേണ്ടതാണ്. ആദ്യം മുഖം വലതുഭാഗത്തേക്കും ശേഷം ഇടതുഭാഗത്തേക്കുമാണ് തിരിക്കേണ്ടത്. ഓരോ തവണയും മുഖം തിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നു പറയണം. അർത്ഥം: നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും അനുഗ്രഹവും ഉണ്ടാവട്ടെ. കവിൾ
പിറകിലുള്ളവർക്ക് വ്യക്തമായി കാണാൻ കഴിയും വിധമാണ് മുഖം തിരിക്കേണ്ടത്. 2 സലാമും നിർവഹിക്കുന്നതോടെ നിസ്കാരത്തിന് വിരാമമായി. ബാഹ്യമായി തക്ബീർ കൊണ്ടാരംഭിച്ച് സലാം കൊണ്ടവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളുടെയും കർമ്മങ്ങളുടെയും സമുച്ചയമാണ് നിസ്കാരം. എന്നാൽ അതിൻ്റെ ആന്തരിക വശമാണ് യഥാർത്ഥ നിസ്കാരം. ആന്തരിക വശം പരമപ്രധാനമാണ്. പ്രപഞ്ചനാഥന്റെ സമക്ഷത്തിങ്കലാണ് താൻ നിൽക്കുന്നത്. അവൻ തന്റെ ഹൃദയവികാരങ്ങളെ വീക്ഷിക്കുന്നു തുടങ്ങിയ ദൈവിക ചിന്ത തുടിക്കുന്ന ഏകാഗ്രചിന്ത കൂടാതെ നിസ്കാരം ചൈതന്യവത്താവുകയില്ല. അനാവശ്യ ചിന്തകളിൽ നിന്നും വിമുക്തനായി ഹൃദയത്തെ ദൈവചിന്തയിൽ ഒതുക്കി നിർത്തുക എന്ന് ഖുശൂ അഥവാ ഭക്തിയെ നിർവചിക്കാം. ഈ ഭക്തി നിർഭരമായ ഏകാഗ്രചിന്തയുടെ അഭാവത്തിൽ നിസ്കാരം വെറും ബാഹ്യപ്രകടനമായിത്തീരും. നിസ്കാരത്തിൻ്റേതായി ഖുർആനും ഹദീസും വിശദീകരിച്ച പുണ്യങ്ങൾ ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തിന് ലഭിക്കുകയില്ല. അല്ലാഹു പറയുന്നു, അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നീ നിസ്കരിക്കുക. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം 14-ാം സൂക്തം. നിൽക്കാൻ കഴിയാത്തവന്റെ നിസ്കാരം. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് ചില ഇളവുകൾ ഇസ്ലാം അനുവദിക്കുന്നു. നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നും, ഇരിക്കാനും കഴിയില്ലെങ്കിൽ ചെരിഞ്ഞുകിടന്നും, അതിനും കഴിയില്ലെങ്കിൽ മലർന്നുകിടന്നും നിസ്കരിക്കണമെന്നതാണ് ഇസ്ലാമികാധ്യാപനം. ശാരീരികാരാധനാകർമ്മങ്ങളിൽ പ്രഥമഗണനീയമായ നമസ്കാരം ബുദ്ധിയുണ്ടായിരിക്കുന്ന കാലത്തോളം മനുഷ്യനെ വിട്ടൊഴിയുന്നില്ല. നിസ്കാരത്തിന് ഇത്രമേൽ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ശാരീരിക ക്ഷമതയില്ലാത്തവർക്ക് ഈ ഇളവുകൾ ഇസ്ലാം അനുവദിക്കുന്നത്. 2 പാദങ്ങളിൽ ഉറച്ച് ശരിയായി നിൽക്കാൻ കഴിയാത്ത ഏതൊരാൾക്കും ഇരുന്ന് നമസ്കരിക്കാം. സൗകര്യപ്പെടുന്ന ഏത് ഇരുത്തവും അനുവദനീയമാണ്. എങ്കിലും സുജൂദുകൾക്കിടയിലുള്ള ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഉത്തമം. ഊര നിലത്തുവെച്ച് കണങ്കാൽ നിലത്തു നാട്ടിയിരിക്കൽ നല്ലതല്ല. ഇരുന്ന് നമസ്കരിക്കുന്നയാൾ സാധാരണ പോലെ റുക്ഉ ചെയ്യുന്നതിനു പകരം കാൽമുട്ടിന്റെ മുൻഭാഗത്തിനു നേരെ നെറ്റിവരുന്ന വിധത്തിൽ കുനിയണം. സുജൂദിന്റെ സ്ഥാനത്തിനു നേരെ നെറ്റിവരുന്ന വിധം കുനിയലാണ് പൂർണ്ണരൂപം. സുജൂദ് സാധാരണ പോലെ കൈയും മുഖവും നിലത്തുവെച്ച് നിർവഹിക്കണം. ഇരിക്കാൻ കഴിയാത്തയാൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്നാണ് നമസ്കരിക്കേണ്ടത്. ഇടത്തോട്ട് ചെരിഞ്ഞുകിടക്കൽ അനുവദനീയമാണെങ്കിലും കറാഹത്താണ്. കിടക്കുമ്പോൾ മുഖം കിബിലക്കു നേരെയായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്രകാരം കിടന്നു നമസ്കരിക്കുന്നയാൾ റുക്ഊഇനും സുജൂദിനും പകരമായി തലകൊണ്ട് ആംഗ്യം കാണിക്കണം. സുജൂദിന്റെ ആംഗ്യം റുക്ഊഇന്റേതിനേക്കാൾ ശക്തമായിരിക്കണം. ചെരിഞ്ഞുകിടക്കാൻ കഴിയാത്തയാൾ കാൽപാദങ്ങൾ കിബിലക്കഭിമുഖമായി മലർന്നു കിടന്നാണ് നമസ്കരിക്കേണ്ടത്. ഇവിടെയും റുക്ഊഇനും സുജൂദിനും പകരം തലകൊണ്ട് ആംഗ്യം കാണിക്കണം. തല ഉയർന്നിരിക്കാൻ തലയിണയോ മറ്റോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സുജൂദിന്റെ ആംഗ്യം റുക്ഊഇന്റേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാൻ ശ്രദ്ധിക്കണം. തലയനക്കാനും കഴിയില്ലെങ്കിൽ ദൃഷ്ടി കൊണ്ടാണ് റുക്ഊഉം സുജൂദും നിർവഹിക്കേണ്ടത്. സുന്നത്ത് നമസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിയുന്നവനും വേണമെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. ജംഉം ഖസ്റും. ദീർഘയാത്ര ചെയ്യുന്നവർക്ക് സൗകര്യാർത്ഥം ഇസ്ലാം നിസ്കാരത്തിൽ അനുവദിച്ചു കൊടുക്കുന്ന ഇളവുകളാണ് ജംഉം ഖസ്റും. 2 സമയങ്ങളിൽ അനുഷ്ഠിക്കേണ്ട നിസ്കാരങ്ങളെ ഒന്നിച്ചു നിർവഹിക്കൽ എന്ന് ജംഇനെ നിർവചിക്കാം. 4 റക്അത്തുള്ള നിസ്കാരത്തെ ചുരുക്കി 2 റക്അത്താക്കി നിസ്കരിക്കലാണ് ഖസ്ർ. ഏകദേശം 132 കിലോമീറ്ററിലധികം വരുന്ന യാത്രയിൽ ജംഉം ഖസ്റും അനുവദനീയമാണ്. സ്വന്തം നാടിന്റെ അതിർത്തി വിടുന്നതാണ് യാത്രാരംഭമായി പരിഗണിക്കുക. ഇപ്രകാരം യാത്രയാരംഭിച്ചു കഴിഞ്ഞാൽ തിരിച്ചു നാട്ടിലെത്തി യാത്രയവസാനിപ്പിക്കുന്നതുവരെ
ഈ ഇളവുകൾ പ്രയോജനപ്പെടുത്താം. എന്നാൽ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്ത് 4 ദിവസം തങ്ങാനുദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ യാത്ര താൽക്കാലികമായി അവസാനിച്ചതായി കണക്കാക്കപ്പെടുന്നതാണ്. ഈ അവസരത്തിൽ ജംഉം ഖസ്റും പ്രയോജനപ്പെടുത്താവതല്ല. 4 റക്അത്ത് നിസ്കാരങ്ങളായ ളുഹർ, അസ്ർ, ഇശാ എന്നിവയാണ് ഖസ്റാക്കാവുന്ന നമസ്കാരങ്ങൾ. ഖസ്റിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഖസ്ർ എന്ന ആനുകൂല്യത്തെക്കുറിച്ച് അറിവുള്ളവന് മാത്രമേ അത് പ്രയോജനപ്പെടുത്താവൂ. ഖസ്ർ ചെയ്ത് നമസ്കരിക്കുന്നവൻ പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാൻ പാടില്ല. നിസ്കാരത്തിന് ഇഹ്റാം കെട്ടുമ്പോൾ ഖസ്റിന്റെ നിയ്യത്തുണ്ടായിരിക്കണം. നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കണം. ഖസ്ർ പോലെ തന്നെ ജംഅ് ആക്കി നിസ്കരിക്കുമ്പോഴും ചില നിബന്ധനകൾ പാലിക്കണം. ജംഅ് 2 വിധമുണ്ട്. 2 നിസ്കാരങ്ങളും ആദ്യത്തെ നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കൽ മുന്തിച്ചു ജംഅ് ചെയ്യലും, രണ്ടും അവസാന നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കൽ പിന്തിച്ചു ജംഅ് ചെയ്യലുമാണ്. ളുഹറും അസ്റും തമ്മിലും മഗ്രിബും ഇശാഉം തമ്മിലും മാത്രമേ ജംഅ് ചെയ്യാൻ പറ്റൂ. മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുമ്പോൾ ആദ്യം ജംഇന്റെ നിയ്യത്ത് കരുതണം. പിന്തിച്ച് ജംആക്കി നിസ്കരിക്കണമെങ്കിൽ ആദ്യ നിസ്കാരത്തിന്റെ യഥാർത്ഥ സമയം അവസാനിക്കും മുമ്പ് ജംഅ് ചെയ്യുകയാണെന്ന നിയ്യത്ത് കരുതേണ്ടതാണ്. ഏതുതരം ജംഅ് ചെയ്താലും നമസ്കാരങ്ങൾ അവയുടെ ക്രമമനുസരിച്ചു തന്നെ ഇനി നമുക്ക് മയ്യിത്ത് നിസ്കാരത്തെ പരിചയപ്പെടാം. മരണപ്പെട്ടവർക്കു വേണ്ടി നിർവഹിക്കപ്പെടേണ്ട നിർബന്ധ നമസ്കാരമാണ് ജനാസ നമസ്കാരം അഥവാ മയ്യിത്ത് നമസ്കാരം. സമൂഹത്തിൽ ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരുടെയും ബാധ്യതയൊഴിയുന്ന ഫർള് കിഫായ ഗണത്തിൽപ്പെടുന്നതാണ് മയ്യിത്ത് നമസ്കാരം. ജമാഅത്തായും അല്ലാതെയും ജനാസ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. സമീപത്തുള്ള മയ്യിത്തിനു വേണ്ടിയും വിദൂരത്തുള്ള മയ്യിത്തിനു വേണ്ടിയും ജനാസ നമസ്കരിക്കാം. ഈ സമയത്ത് മയ്യിത്ത് നിസ്കരിക്കുന്നവരുടെ മുന്നിലാണ് വെക്കേണ്ടത്. റുക്കൂഅ്, സുജൂദ് തുടങ്ങിയ കർമ്മങ്ങളൊന്നുമില്ലാതെ ഒരേ നിൽപ്പിൽ തന്നെ പൂർത്തിയാവുമെന്നതാണ് മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകത. 4 തക്ബീറുകൾ ഈ നമസ്കാരത്തിലുണ്ട്. മയ്യിത്ത് നമസ്കാരത്തിന്റെ രൂപം ഇങ്ങനെയാണ്. മയ്യിത്തിനു വേണ്ടി നിർബന്ധമായ നമസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടെയാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്. നിയ്യത്തിൽ മയ്യിത്തിന്റെ പേരുകരുതണമെന്നില്ല. നിയ്യത്തോടെ സാധാരണ നമസ്കാരങ്ങളിലേതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. തുടർന്ന് ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയതിനുശേഷം വീണ്ടും തക്ബീർ കെട്ടുക. ഈ തക്ബീറിനു ശേഷം സാധാരണ നമസ്കാരങ്ങളിൽ അവസാന തശഹുദിൽ ഉൾപ്പെടുന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. സ്വലാത്ത് പൂർണ്ണമായ ശേഷം മൂന്നാമതും തക്ബീർ കെട്ടുക. ഈ തക്ബീറിനു ശേഷം മയ്യിത്തിനു വേണ്ടിയുള്ള ദുആ ചൊല്ലണം. ദുആഇന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه وأدخله الجنة وأعيذه من عذاب القبر ومن فتنته ومن عذاب النار. ഞങ്ങളുടെ രക്ഷിതാവേ, ഈ മയ്യിത്തിനു നീ പുറത്തു കൊടുക്കുകയും കരുണ ചൊരിയുകയും മാപ്പ് നൽകുകയും ചെയ്യണമേ. ഈ മയ്യിത്തിന്റെ താമസസ്ഥലത്തെ ആദരിക്കുകയും ഖബർ വിശാലമാക്കുകയും ചെയ്യണമേ. ഈ മയ്യിത്തിനെ ശുദ്ധജലം കൊണ്ടും മഞ്ഞുവെള്ളം കൊണ്ടും
തണുത്ത വെള്ളം കൊണ്ടും കുളിപ്പിക്കുകയും അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രം ശുദ്ധിയാക്കും പോലെ പാപങ്ങളിൽ നിന്നും ഇവനെ ശുദ്ധിയാക്കുകയും ചെയ്യണമേ. ഈ മയ്യിത്തിന് അവന്റെ വീടിനേക്കാൾ നല്ല വീടും കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബവും ഇണയേക്കാൾ നല്ല ഇണയെയും അയൽക്കാരേക്കാൾ നല്ല അയൽക്കാരെയും പകരം നൽകണമേ. ഈ മയ്യിത്തിനെ സ്വർഗ്ഗത്തിൽ കടത്തുകയും ഖബറിലെ ശിക്ഷയിൽ നിന്നും അതിലെ ഫിത്നയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ശേഷം 4-ാമത്തെ തക്ബീർ കെട്ടുക. ഈ തക്ബീറിനു ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹ്. അർത്ഥം: അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇവന്റെ പ്രതിഫലം തടയരുതേ, ഇവന്റെ ശേഷം ഞങ്ങളെ ഫിത്നയിലാക്കരുതേ, ഞങ്ങൾക്കും ഇവനും നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നീ നന്മ ചൊരിയണമേ. തുടർന്ന് നിന്നുകൊണ്ട് തന്നെ സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കാം. ഇനി നമുക്ക് പെരുന്നാൾ നിസ്കാരത്തെ പരിചയപ്പെടാം. ഇതിൽ സുപ്രധാനമായൊരു സുന്നത്ത് നമസ്കാരമാണ് ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ അഥവാ ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ എന്നീ ആഘോഷവേളകളിൽ നമസ്കരിക്കേണ്ട പെരുന്നാൾ നമസ്കാരങ്ങൾ. ജമാഅത്തായാണ് ഈ നമസ്കാരം നിർവഹിക്കേണ്ടത്. സൂര്യോദയം മുതൽ സൂര്യൻ മധ്യഭാഗത്തു നിന്നും നീങ്ങുന്നതിൻ്റെ ഇടയിലുള്ള സമയത്താണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കപ്പെടേണ്ടത്. അധികമായി വരുന്ന തക്ബീറുകൾ ഒഴിച്ചാൽ സാധാരണ നിസ്കാരങ്ങൾ പോലെ തന്നെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെയും ഘടന. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. ബലിപെരുന്നാളിൽ ബലിപെരുന്നാൾ നമസ്കാരമെന്നും കരുതണം. നിയ്യത്തോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണം. തുടർന്ന് വജ്ജഹ്തു എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥനയ്ക്കു ശേഷം 7 പ്രാവശ്യം കൈകളുയർത്തി അല്ലാഹു അക്ബർ എന്ന വചനമുരുവിട്ട് സാധാരണ പോലെ തക്ബീർ കെട്ടണം. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അർത്ഥം: അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുവിനാണ് സർവസ്ത്രോത്രങ്ങളും. അല്ലാഹുവല്ലാതെ മറ്റൊരിലാഹില്ല. അല്ലാഹു വലിയവൻ തന്നെ. തക്ബീറുകൾക്കു ശേഷം ഫാത്തിഹ ഓതി സാധാരണ നമസ്കാരങ്ങളിലേതുപോലെ 1 റക്അത്ത് പൂർത്തിയാക്കണം. തുടർന്ന് 2-ാം റക്അത്തിലേക്കുയരണം. റക്അത്തിലേക്കുയരുന്ന തക്ബീർ ഒഴിച്ച് 5 തക്ബീറുകളാണ് 2-ാം റക്അത്തിലുള്ളത്. തക്ബീറുകൾക്കിടയിൽ 1-ാം റക്അത്തിലേതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ശേഷം സാധാരണ പോലെ 2-ാം റക്അത്തും നിർവഹിക്കുന്നതോടെ പെരുന്നാൾ നമസ്കാരം പൂർത്തിയായി. അധികമായി 1-ാം റക്അത്തിൽ വരുന്ന 7 തക്ബീറുകളും 2-ാം റക്അത്തിലുള്ള 5 തക്ബീറുകളും നിർബന്ധമില്ല. ഈ തക്ബീറുകളില്ലെങ്കിലും പെരുന്നാൾ നമസ്കാരം ശരിയാവുന്നതാണ്. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം 2 ഖുതുബകൾ നിർവഹിക്കൽ സുന്നത്താണ്. ഈ നിസ്കാരം പള്ളിയിലോ പൊതുസ്ഥലത്തോ വെച്ച് നമസ്കരിക്കാം. ഗ്രഹണ നിസ്കാരത്തിന്റെ രൂപം ഇങ്ങനെയാണ്. ഗ്രഹണ നിസ്കാരമാണെന്ന നിയ്യത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. തുടർന്ന് ഫാത്തിഹ ഓതുക. ശേഷം റുകൂഅ് ചെയ്യുക. ഇതിനുശേഷം വീണ്ടും ഉയർന്ന് ഫാത്തിഹ ഓതുക. വീണ്ടും റുകൂഅ് ചെയ്യുക. പിന്നീട് ഇഅ്തിദാലും സുജൂദും സാധാരണ നമസ്കാരങ്ങളിലേതുപോലെ നിർവഹിച്ച് 1 റക്അത്ത് പൂർത്തിയാക്കുക. ശേഷം ഇതേ പ്രകാരം തന്നെ 2-ാമത്തെ റക്അത്തും നിർവഹിച്ച് സലാമോടെ നമസ്കാരം പൂർത്തിയാക്കണം. മൊത്തം 4 ഖിയാം അഥവാ നൃത്തങ്ങളും 4 റുകൂഉകളും ഈ 2 റക്അത്ത് നിസ്കാരത്തിലുണ്ടായിരിക്കും. ഗ്രഹണ നിസ്കാരത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. 1-ാമത്തെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറ സൂറത്ത് ഓതുക. 2-ാമത്തെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം അൽ ബഖറയിലെ 200 ആയത്തുകൾക്ക് തുല്യമായ ഏതെങ്കിലും ഖുർആൻ ഭാഗം ഓതുക.
ഇപ്രകാരം മൂന്നാമത്തെ നൃത്തത്തിൽ ബഖറയിലെ 150 ആയത്തുകൾക്ക് തുല്യമായതും നാലാമത്തെ നൃത്തത്തിൽ ബഖറയിലെ ഏകദേശം 100 ആയത്തുകൾക്ക് തുല്യമായത് പാരായണം ചെയ്യണം. ഇതിനു പുറമെ ഒന്നാമത്തെ റുക്കൂഇൽ ബഖറ സൂറയിലെ 100 ആയത്തുകൾക്ക് തുല്യമായ തസ്ബീഹ് ചൊല്ലണം. ഇതേപോലെ രണ്ടാമത്തെ റുക്കൂഇൽ ബഖറയിലെ 80 ആയത്തുകൾക്കും മൂന്നാമത്തെ റുക്കൂഇൽ 70 ആയത്തുകൾക്കും നാലാമത്തേതിൽ 50 ആയത്തുകൾക്കും സമമായ തസ്ബീഹ് ചൊല്ലണം. ഇതിനു പുറമെ ജുമുഅ ഖുത്ബ പോലെ 2 ഖുത്ബകളും നിർവഹിക്കേണ്ടതാണ്. മഴയെ തേടുന്ന നിസ്കാരം. മഴ ലഭിക്കാത്തതുമൂലം ജലക്ഷാമം ബാധിച്ച് കഷ്ടപ്പെടുമ്പോൾ സുന്നത്തായ 2 റക്അത്ത് നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ അഥവാ മഴയെ തേടുന്ന നിസ്കാരം. നിസ്കാരത്തിനു മുന്നോടിയായി 3 ദിവസം നോമ്പനുഷ്ഠിക്കണം. 4-ാമത്തെ ദിവസം സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് ഭയഭക്തിയോടെ ജനങ്ങൾ തുറസ്സായ സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. ഇവിടെയാണ് നിസ്കാരവും തുടർന്ന് 2 ഖുത്ബകളും നിർവഹിക്കേണ്ടത്. ജമാഅത്തായിട്ടാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത്. മൃഗങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. നിസ്കാരത്തിനുശേഷം പെരുന്നാൾ നിസ്കാരത്തിനു ശേഷമുള്ളതുപോലെ 2 ഖുത്ബകൾ നിർവഹിക്കണം. ഈ ഖുത്ബകളിൽ തക്ബീറുകൾക്ക് പകരം ഖതീബ് ഇസ്തിഗ്ഫാർ ചെയ്യണം. 2-ാമത്തെ ഖുത്ബയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഖതീബ് ഖിബ്ലക്ക് നേരെ തിരിയണം. ഏകാഗ്രധ്യാനത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് നിസ്കാരം. അല്ലാഹുവിനെക്കുറിച്ചുള്ള ഏകചിന്തയിൽ മനസ്സിനെ സൂചിമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ആ മഹൽ കർമ്മത്തിൽ പല ഗുണവശങ്ങളുമുണ്ടെന്ന് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലൂടെ ലഭ്യമാവുന്ന ഏകാഗ്രമായ മാനസികാവസ്ഥ ഔഷധങ്ങളെക്കാൾ ഫലപ്രദമാണ്. മനുഷ്യ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും നിയന്ത്രണവിധേയമാക്കാൻ നിസ്കാരത്തിനു കഴിയും. പ്രശ്നകലുഷിതമായ ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമാണ് നിസ്കാരം അടിമയെ നയിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ സവിശേഷമായ ചില ക്രമങ്ങളിലൂടെയാണ് മനുഷ്യ ശരീരം ചലിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ കൈകളും കാലുകളും അടങ്ങുന്ന ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും ശരീരത്തിന് ഉത്തേജനവും ഉന്മേഷവും പകരുന്ന രീതിയിൽ ചലനവിധേയമാവുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മമായ മടക്കുകളും കിണിപ്പുകളും നിസ്കരിക്കുമ്പോൾ ചലിക്കുന്നു. നിസ്കാരം മാനസികമായ മാലിന്യങ്ങളോടൊപ്പം ഭൗതികമായ മാലിന്യങ്ങളെയും പുറത്തുകളയുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും വിമോചനമാണ് വിശ്വാസിയുടെ നിസ്കാരം. നിസ്കാരം നിത്യജീവിതത്തിന്റെ നഷ്ടങ്ങൾക്കും ചാബല്യങ്ങൾക്കുമിടയിൽ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു. അല്ലാഹുവിനോട് അടിമ നിസ്കാരത്തിലൂടെ സംഭാഷണത്തിലേർപ്പെടുമ്പോൾ സാധ്യമാവുന്നത് സർവവിധ വിമോചനവുമാണെന്ന് നിസ്കാരം തെളിയിക്കുന്നു. നിസ്കാരം ഒരിക്കലും പഴഞ്ചനല്ല. മനുഷ്യനെ ധാർമ്മികമായ ഉന്നതിയിലേക്കും ആത്മീയമായ വിമോചനത്തിലേക്കും കൈപ്പിടിച്ചുയർത്താൻ പ്രാപ്തമായ അനുഷ്ഠാനമാണ് നമസ്കാരം. അല്ലാഹു പറയുന്നു, ദൈവസ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം 30-ാം സൂക്തം. സർവശാന്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമലക്ഷ്യം. അല്ലാഹുവിന് വേണ്ടി നമ്മുടെ മോചനത്തിനും ശാന്തിക്കുമായി നമുക്ക് നമസ്കരിക്കാം.